ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയ ബാർബിക്യൂ നേഷനിൽ കിട്ടുന്ന കോൺ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് ആദ്യം നമുക്ക് നല്ല സ്വീറ്റ് കോൺ വേണം. അതെടുത്ത് നന്നായി കഴുകി ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് ഈ കോൺ അതിലേക്കിട്ട് നന്നായി തിളപ്പിക്കാം. ഒരു 5-10 മിനിറ്റ് തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞ് നമുക്കത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കോൺ ഉണ്ടാക്കാനുള്ള മസാലകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് മൈദാമാവ്, പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. ഇതിന് നല്ല മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി ഇടണം, കാരണം കോൺ നല്ല സ്വീറ്റായിരിക്കും. അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോൺ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കേണ്ടത്. അപ്പം നമ്മൾ അരിപ്പിയിൽ നന്നായിട്ട് അരിച്ചു വെച്ച് ആ കോണെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് അരിച്ചു മാറ്റി ഇതിലെ പൊടിയെല്ലാം മാറ്റണം. അല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പം ഇത് കരിഞ്ഞു പോകും. കോണിൽ പിടിച്ച് മാവ് ഒഴിച്ച് ബാക്കിയെല്ലാ മാവും നമ്മൾ അരിച്ച് മാറ്റുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം ഈ മിക്സ് ചെയ്തിരിക്കുന്ന കോണെടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റോളം ഇളക്കി കൊടുത്താൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. അത് കോരിയെടുത്ത് മാറ്റുക. പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട്. അപ്പോൾ കുറച്ച് ഒണിയൻ നനനായി കൊത്തി അരിഞ്ഞ ഒണിയൻ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കുക. അതിലേക്ക് വീണ്ടും 1 സ്പൂൺ മുളക് പൊടി ചേർക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ മേലെ ഇടുക. അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ല സ്വീറ്റ് കോൺ ഫ്രൈ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.